നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിനകത്ത് കാണുന്ന ഒരു ടൂളാണ് സ്നൈപ്പ് ആൻഡ് സ്കെച്ച് എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ കാണുന്ന ടൂള്. ഒട്ടുമിക്കവർക്കും ഈ ഒരു ടൂളിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് അറിയില്ല. നമുക്ക് നിത്യജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ടൂളാണിത്. ഇതിന്റെ മെയിൻ ഉപയോഗം സ്ക്രീൻഷോട്ടുകൾ എടുക്കുക എന്നുള്ളതാണ്. വെറും ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നതിൽ ഉപരി ഒട്ടനവധി ഫീച്ചേഴ്സ് ഈ ഒരു കുഞ്ഞൻ സോഫ്റ്റ്വെയർ നമുക്ക് നൽകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് സ്നൈപ്പ് ആൻഡ് സ്കെച്ച് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയി വരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ പുറത്തുനിന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിൽ ആക്ടിവേറ്റ് ചെയ്യാം, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്താണ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അത് ലഭിക്കുന്നത്. ഈ ഒരു ടൂൾ ഓപ്പൺ ചെയ്യുവാനായി സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്നൈപ്പ് ആൻഡ് സ്കെച്ച് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതാണ് ആ ഒരു ടൂൾ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്നൈപ്പ് ആൻഡ് സ്കെച്ച് എന്ന ടൂൾ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് വിൻഡോസ് ലോഗോ കീ, കീബോർഡിലെ വിൻഡോസ് ലോഗോ കീ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എസ് എന്ന ക്രമത്തിൽ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ടൂൾ ഓപ്പൺ ആക്കാൻ സാധിക്കും. വിൻഡോസ് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്താലും ഈ ഒരു ടൂൾ ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ടൂളിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട പേജ് ഇതുപോലെ ഓപ്പൺ ആക്കി വെക്കുക. അവിടെ നമുക്ക് ഈ ഒരു ടൂൾ ആക്ടിവേറ്റ് ചെയ്യാം. ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൂള് ഹൈഡായിട്ടുണ്ടാവും. മുകളിൽ ഒരു 4 ഓപ്ഷനുകൾ ഇത്തരത്തിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ റെക്റ്റാങ്കുലർ സ്നൈപ്പ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് മൗസ് പോയിൻ്റർ ഉപയോഗിച്ച് എവിടെയാണോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് ആ ഭാഗം ഇത്തരത്തിൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. പഴയ ആ ഒരു വിൻഡോയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത അത്രയും ഭാഗം സ്ക്രീൻഷോട്ടായി വന്നിട്ടുണ്ട്. മുകളിലായി കുറേ ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമത്തേത് ടച്ച് റൈറ്റിംഗ് ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഇത്തരത്തിൽ ഉള്ള മാർക്കിങ്ങുകൾ നൽകാനും ആവശ്യമുള്ള ഭാഗങ്ങൾ മൗസ് ഉപയോഗിച്ച് എഴുതി ചേർക്കാനും ഇത് ഉപയോഗിക്കാം. രണ്ടാമത്തേത് കളർ സെലക്ട് ചെയ്യാൻ, നമ്മൾ വരയ്ക്കുന്ന ആ ഒരു പോയിൻ്ററിൻ്റെ കളറ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഒന്ന് ഗ്രീൻ സെലക്ട് ചെയ്തു ആ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. മൂന്നാമത്തേത് പെൻസിൽ ഓപ്ഷനാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള രീതിയിൽ ഇതിൽ എഴുതാൻ സാധിക്കും. മൗസ് ഉപയോഗിച്ച് എഴുതാൻ സാധിക്കും. അടുത്തത് ഹൈലൈറ്റർ എന്ന ഓപ്ഷനാണ്. നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഭാഗം ഇത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ഇത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ടൂള് എറേസറാണ്. നമ്മൾ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഇത്തരത്തിൽ എറേസ് ചെയ്യാൻ ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. അടുത്തത് റൂളർ ടൂളാണ്. നമുക്ക് ഇത് ഉപയോഗിച്ച് ആവശ്യമായ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ ഈ ഒരു ടൂൾ ഉപയോഗിക്കാം. അവസാനത്തേത് ഇമേജ് ക്രോപ്പ് ടൂളാണ്. നമ്മളെടുത്ത സ്ക്രീൻഷോട്ടിൽ ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ക്രോപ്പ് ചെയ്ത ശേഷം ആവശ്യമുള്ള ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇത്തരത്തിൽ ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. കീബോർഡിലെ എൻ്റർ കീ അമർത്തിയാലും മതിയായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റൂളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്രാക്ടർ ലഭ്യമാണ്. ഇതുപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ആംഗിളൊക്കെ അളക്കുന്നതിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു പിക്ചർ സേവ് ചെയ്യണം. സേവ് ചെയ്യുവാനായി ഈ കാണുന്ന സേവ് ആസ് എന്ന് പറയുന്ന ഫ്ലോപ്പി ഡിസ്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഏത് ഭാഗത്ത് സേവ് ചെയ്യണം എന്ന് ചോദിക്കും. ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. ഫയലിന് ആവശ്യമായ പേര് ഇവിടെ ഞാൻ കൊടുക്കുന്നു. ശേഷം ഇവിടെ PNG ഫോർമാറ്റ് വേണമോ, JPG വേണമോ, ജിഫ് വേണമോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് PNG ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യുകയാണ്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഡെസ്ക്ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ ഒരു JPG അല്ലെങ്കിൽ ഒരു PNG ഫയലായി സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ട്യൂട്ടോറിയൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും ഓൺലൈൻ ക്ലാസ്സുകൾ തയ്യാറാക്കുന്നവർക്കും PDF സ്ലൈഡുകളൊക്കെ തയ്യാറാക്കുന്നവർക്കുമൊക്കെ ഒരുപാട് യൂസ്ഫുള്ളായ ഒരു ടൂളാണ് ഈ ഒരു സ്നൈപ്പ് ആൻഡ് സ്കെച്ച് എന്ന് പറയുന്ന ടൂള്. കമ്പ്യൂട്ടറിൽ ഡിഫോൾട്ടായിട്ടുള്ളൊരു ടൂളാണിത്. കീബോർഡിൽ സ്നൈപ്പിംഗ് ടൂൾ എന്ന് സെർച്ച് ചെയ്താലും ഈ ഒരു ടൂള് ലഭ്യമാവുന്നതായിരിക്കും. അധികം ആർക്കും ഈ ഒരു ടൂളിനെ കുറിച്ച് അറിയില്ല.
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണിത്. സ്നൈപ്പിംഗ് ടൂൾ എന്ന് ടൈപ്പ് ചെയ്തതിൽ നമുക്ക് കുറച്ചുകൂടി ചെറിയ രൂപത്തിലുള്ള ഒരു വിൻഡോ ആയിരിക്കും ലഭിക്കുക. അതിൽ നമുക്ക് ഇത്തരത്തിൽ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഭാഗം സ്ക്രീൻഷോട്ട് എടുക്കാനും അതിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളും അതിനകത്ത് തന്നെ ഉണ്ട്. വിൻഡോസിൻ്റെ പഴയ വെർഷനുകളിൽ സ്നൈപ്പിംഗ് ടൂൾ എന്നായിരിക്കും കാണുക. അത് ഈ ഒരു മെത്തേഡാണ്. പുതിയ വെർഷനുകളിൽ സ്നൈപ്പ് ആൻഡ് സ്കെച്ച് എന്ന രീതിയിലുള്ള ഈ ഒരു ടൂളായിരിക്കും ലഭ്യമാവുക. ഇത് രണ്ടും സെയിം ഉപയോഗം തന്നെയാണ്. ഇപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്നൈപ്പ് ആൻഡ് സ്കെച്ച് എന്ന ടൂളിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം ടെക്നോളജി സംബന്ധമായ ട്യൂട്ടോറിയൽ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ ട്യൂട്ടോറിയലുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.